ഹലോ ഗൈസ്, ഞാനാണ് കാർത്തിക് സ്പീക്ക്. അപ്പോൾ ഗൈസ് നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ലെഗസി ഹോളോ മോഡാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് ഗ്രാനി ലെഗസി ഹോളോ മോഡിലാണെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ സീവർ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് അറ്റ്മോസ്ഫിയറിലിട്ടാണ്. പിന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യം, ഞങ്ങൾ ഇതിനകത്ത് ഇന്ന് ടെഡിയെ വെച്ചായിരിക്കും എസ്കേപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, ഞാനല്ല ഫസ്റ്റ് ടെഡി വെച്ച് എസ്കേപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്നാലും ഇതിനകത്ത് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപാട് വലിയൊരു വ്യത്യാസം തന്നെയാണ്. ഗൈസ് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്മസിനകത്ത് ഇടുമ്പോഴത്തേക്കിന് 2-3 എനിമീസ് ഞങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. പിന്നെ സ്ലെൻഡ്രീനും ഉണ്ട്, ഗ്രാനിയും ഉണ്ട്, പിന്നെ നൈറ്റ് മെയറും ഉണ്ട്. നമ്മൾ ഇത് ഇത്ര ഇട്ടിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ല, കൊച്ചിറക്കനെ കണ്ടില്ല, അവൻ ഒറ്റ വലിയ ആളാണ് കേട്ടോ. ഞാൻ ചുമ്മാ അറിയാല്ല, വലിയ ഒരാളാണ്. ഓക്കെ, പിന്നെ ഗൈസ് ഒരു മഞ്ഞ് മനുഷ്യനും ഉണ്ട്. ഒരുപാട് ഡേഞ്ചേഴ്സ് ആണെന്ന് പറയുന്നു. അപ്പം നേരെ ഞങ്ങൾക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഞങ്ങൾ എണ്ണിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ഞങ്ങൾ ലൈറ്റ് ടാർഗറ്റ് 25 വെക്കുവാണ്, എല്ലാവരും അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വുഡ് ഡസ്റ്റിക്ക് താഴോട്ട് എറിയാം. നേരെ നിങ്ങൾക്ക് ഡസ്റ്റി പാടിലൊക്കെ എടുക്കാം. ഈ സുഹൃത്ത് മഞ്ഞ് ഉപ്പ് നിർത്താനുണ്ട്. അവൻ വന്ന് മഞ്ഞ് ഉപ്പ് ആണ്ടാണ്ടാണ്ട വന്നിരിക്കുന്നു. വേഗം കയറിയോ. ഓക്കെ ഗൈസ്, നേരെ താഴോട്ട് പോവാം. താഴെ പോയി ഞങ്ങൾക്ക് ഏറ്റവും താഴെ പോവാം. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് ഇതങ്ങോട്ട് തട്ടിയിടാം. അതിന് ശേഷം ഞങ്ങൾക്ക് വെസ്റ്റി പാടിലൊക്കെ ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾക്ക് കാറിലോട്ട് കയറിയിരിക്കാം. പിന്നെ മറ്റേ ആ ഒരു സ്നോമാൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക്, സ്നോമാൻ ആണെങ്കിൽ ഞങ്ങളുടെ നേരെ ഈ ഗ്രാനി ഹാലോവിനകത്ത് പോലെ നേരെ തുപ്പുന്ന പോലെ. അപ്പോൾ ഞങ്ങളുടെ നേരെ സ്നോ വെക്കും, കണ്ടില്ലേ. അപ്പോൾ ഇത് തുപ്പിക്കഴിയുമ്പോഴുള്ള പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫ്രീസ് ആവും. ചില സമയത്ത് ഞങ്ങളെ ബ്ലോക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഗൈസ് ഗ്രാനിക്ക് എളുപ്പത്തിൽ ഞങ്ങളെ അടിച്ചിടാൻ പറ്റും. ഞങ്ങളെ ഫ്രീസിങ് ട്രാപ്പ് ഇല്ലേ, അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഫ്രോസ് ആയി പോകത്തില്ല. ആ ഒരു സംഭവം തന്നെയാണ് ഇതിനകത്ത് എനിമി ചെയ്യുന്നത് തന്നെ. പിന്നെയുള്ള കൈ സാൻഡയാണ്, മറ്റേ കൊച്ചു സാൻഡ. അവൻ്റെ കാര്യം അറിയാമല്ലോ, കൈയിരിക്കുന്ന സാധനം വന്ന് തട്ടിയിടും. പിന്നെ എസ്പെഷ്യലി ഹോളോ മോഡിൽ ഞങ്ങൾ ടെഡി വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഡേഞ്ചറസ് ആണ്. ഓക്കെ, ആണ്ട അവൻ പിന്നെയും കിടന്ന് കറങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് നേരെ ബുക്ക് കൊണ്ടുവെക്കാം. ഇതിൻ്റെ ബുക്ക് വെക്കുമ്പോൾ ഏതായാലും ഒച്ച ഉണ്ടാവാനുണ്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റ് ആണ്. അപ്പോൾ അത് ഞങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഞാൻ സ്പെഷ്യലി മെൻഷൻ ചെയ്തില്ല. ഓക്കെ, അതിന് സോറി ഉണ്ടേ. ആണ്ട തുപ്പുന്നു. അതെങ്ങനെ വെട്ടിച്ച് വന്നെന്നാ. വെട്ടിക്കാൻ വലിയ പാടൊന്നുമില്ല ഗൈസ്, നിന്നു ചില സമയം ഞങ്ങൾക്ക് പണി കിട്ടും. ഓക്കെ, അപ്പോൾ നേരെ ഞങ്ങൾക്ക് താഴെ പോയിട്ട് നിങ്ങൾക്ക് ചെയിൻ കട്ടർ എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഈ സ്പൈഡർക്ക് ഇപ്പോൾ ആഞ്ചലിന് തുപ്പിയിട്ടോളൂ, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് നേരെ ഗ്രാനി ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം. അത് തുറന്നിട്ടേക്കാം, പണി കിട്ടാൻ ചാൻസ് ഉള്ളതാ. ഓക്കെ, അപ്പോൾ നേരെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. ചെയിൻ കട്ടേഴ്സ് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ ഗ്രാനി പോകുന്ന വരെ നോക്കിയിരിക്കുക. ഓക്കെ, ഗ്രാനി വന്നിട്ടുണ്ട്. അപ്പോൾ കഥവളം എല്ലാം അടയ്ക്കുക. അതിന് ശേഷം ഞങ്ങൾക്ക് മണ്ടക്കൂടെ പോവാവേ. ഓക്കെ, ഇങ്ങനെ എഴുതെങ്കിൽ പോകണം കേട്ടോ. അപ്പോൾ ഇത് എത്ര ഉള്ള സംഭവം ഒട്ടകൊമ്മ അല്ല ട്രാപ്പ്. അത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുക്കനെ ഞങ്ങൾ അൺലോക്ക് ആക്കിയിട്ടുണ്ടല്ലോ. ചെറുക്കൻ വന്ന് എപ്പോൾ വേണമെങ്കിലും പണി ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. എല്ലാം കൂടെ കൈസ് കണ്ടില്ല, ഫ്രീസ് ചെയ്യാൻ തുടങ്ങി. 3-4 തവണ ഹിറ്റ് ഉണ്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ ഏതായാലും ഫ്രീസ് ആവും. ഓക്കെ ഗൈസ്, ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം, പൊക്കോട്ടെ. പിന്നെ ഞങ്ങൾക്ക് നേരെ ചെന്നെടുക്കേണ്ട സ്പൈഡർ കീ ആണ്. ആദ്യത്തെ കാര്യങ്ങളെല്ലാം എളുപ്പമായിരിക്കും, പിന്നെ ആയിരിക്കും ഗൈസ് പാട്. പറഞ്ഞില്ല, നൈറ്റ് മെയർ ആണ്, അഗ്രസീവ് ആണ്, സ്ലെൻഡ്രീനും ഉണ്ട്. ടെക്നിക്കലി പറഞ്ഞ ഒരു 1v5 1v4 സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും. ഞങ്ങൾ വെറുതെ ഞങ്ങളെ കംപ്ലീറ്റ് ആക്കുക. അത് ഹോളോ മോഡിൽ ഇത്ര എനിമീസ് ഇട്ടിട്ട് ആരും മോശക്കാരൊന്നും അല്ല. ഓക്കെ ഗൈസ്, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നേരെ ഞങ്ങൾക്ക് മണ്ടക്കോട്ട് കയറാം. ഓക്കെ, നേരെ ഇനി ഞങ്ങൾക്ക് ചെന്നെടുക്കുന്ന സ്പൈഡർ കീ ആണ്. സ്പൈഡർ കീ എടുക്കാം പതുക്കെ ചെന്ന്. ഓക്കെ, അതെടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഇനി ഗ്രാനിയെ വെട്ടിച്ചു പോകണം കറങ്ങി. നേരെ അങ്ങോട്ട് വെട്ടിക്കാം. ഓ മൈ ഗോഡ്, എന്തോ വാളൊക്കെ പിടിച്ചോണ്ടോ പോകുന്നത്, എന്തോ ചെയ്യാനാണോ? അപ്ഗ്രേഡാ അല്ല, അമ്മൂമ്മയ്ക്ക് എങ്ങനെ താടി വരുന്നതെന്നുള്ള എൻ്റെ ഒരു സംശയം. അതാ എൻ്റെ ഒരു മുടി പോലും ഇല്ല മര്യാദയ്ക്ക്, തൊപ്പി വെച്ച് മറച്ചു വെച്ചിരിക്കുക, എന്നിട്ട് താടി എവിടുന്ന്. അതിപ്പോഴും ചോദ്യചിഹ്നമാണ്. അത് വിട്ടേക്കാം. ഞങ്ങൾക്ക് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, സാധനങ്ങളെല്ലാം എടുത്ത് ഈ ഒരു കോർണറിലോട്ട് ഇടണം കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഒരു ടൈപ്പിലുള്ള ട്രിക്സും യൂസ് ചെയ്യുന്നില്ല. കഴിഞ്ഞാണ് മറ്റേ ഞങ്ങൾ ഈ കോർണറിൽ നിന്ന് എടുക്കുന്ന ട്രിക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ട്രിക്സും യൂസ് ചെയ്യുന്നില്ല. എല്ലാ എനിമീസും ഉണ്ട്. ഓക്കെ ഗൈസ്, അതിൻ്റെ ഒച്ച ഇട്ടിപ്പ് ഗ്രാനി ഒന്നും അവിടെ നിൽപ്പില്ല. അപ്പോൾ പോകുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഗ്രാനി അങ്ങോട്ട് പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ട്രാപ്പ് ഇട്ടിട്ടുണ്ട്, ഞാനത് കേട്ടു. എങ്ങനെ ചാടിക്കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, നിങ്ങൾക്ക് നേരെ ചാടാൻ നിങ്ങൾക്ക് നേരെ ചെന്ന് ചെയിൻ കട്ടറും റെസ്റ്റി പാഡ്ലോക്കിയും കൊണ്ട് അങ്ങോട്ട് ഇടണം. ഓക്കെ,
അത് ഇവനൊന്ന് പൊക്കോട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് ബാക്കി ചെയ്യാം. അല്ല ശരിയാകത്തില്ല, ആണ്ട പോകുന്നു. ഇവൻ വന്നൊരു നിപ്പുണ്ട്. ഓക്കെ, ആളുടെ നിൽക്കുന്ന നിപ്പുണ്ട്. ഇത് ഭയങ്കര കഷ്ടമാണ് കണ്ടോ. ഈ ഒരു കറക്കവാ. തൊപ്പിയും വെച്ച് വന്നിരിക്കും. ഇവൻ ഫ്രീസാക്കി കഴിഞ്ഞ് എവിടുന്ന് വേണേലും ഗ്രാനി പറന്നു വന്ന് അടിക്കും. പിന്നെ വറ്റ സാധനം ഇല്ലെങ്കിലും വന്ന് എന്നെ കാലേ വന്ന് 2 കൊട്ടു കിട്ടും. അത് അങ്ങനത്തെ അങ്ങനത്തെ ഒരു സ്വഭാവമായിപ്പോയി. എന്തോ ചെയ്യാനാണോ? അവനെ എനിക്ക് ഇതിനകത്ത് പേടി സത്യം പറഞ്ഞാൽ. അവൻ വന്ന് ഞാൻ ചെടി എടുത്തോണ്ട് ഓടുന്ന സമയത്ത് എങ്ങാനും വന്ന് തട്ടിയിട്ട് കഴിഞ്ഞുള്ള അവസ്ഥയെന്ന് ആലോചിച്ചൊന്നും. അത് ട്രാപ്പാ, ഹോളോമൂടാണ്, ട്രാപ്പൊക്കെ ഇട്ടും. ഓക്കെ, നിങ്ങൾക്ക് നേരെ ചെന്നെടുക്കേണ്ടത് ഇപ്പോൾ എടുക്കേണ്ടത് വുഡൻ സ്റ്റിക്കാണ്. ഓക്കെ, വുഡൻ സ്റ്റിക്ക് പോയി എടുക്കണം ഫസ്റ്റ്. ഓക്കെ, മണ്ടക്കോട്ട് പതുക്കെ കയറണം. പതുക്കെ കയറിയാൽ മതി. ഉയ്യോ, പണി വരാൻ ചാൻസ് ഉണ്ടല്ലോ. അത് അങ്ങ് ദൂരെയാ. ഉയ്യോ, ഗ്രാനിയുണ്ട്. വേഗം ചാടി ട്രാപ്പ്. ഓക്കെ, വേഗം ചടിക്കോ. പൈസ അത്രേ ഉള്ളൂ. ഉയ്യോ, ഇത്ര അടുത്ത്. ഓക്കെ, അവിടെ വെച്ച ട്രാപ്പിൽ പെട്ടിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിക്കണം. അതാണ് ഹിറ്റ്. മീൻസ് ഗ്രാനി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി അവിടെ ട്രാപ്പ് ഇടും, കണ്ടോണം. ഓക്കെ, ഇട്ടു. അങ്ങനെ പുള്ളിക്കാരത്തിൻ്റെ മിഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് അത് വെട്ടിച്ച് പോകണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. മീൻസ് ഞങ്ങൾക്ക് കാറയിൽ നിന്ന് ഇറങ്ങാം പതുക്കെ. ഇട്ടിരിക്കുന്ന കണ്ടോ, ആ ഡെയിലി സ്ലെൻഡ്രീന. സ്ലെൻഡ്രീന ഭയങ്കര പവർഫുള്ളാണ്, ചുമ്മാ അറിയാല്ല. ഞങ്ങൾക്ക് ഒരു നല്ലൊരു റിയാക്ഷൻ സ്പീഡ് ഇല്ലെങ്കിൽ സ്ലെൻഡറിനെ വെട്ടിക്കും ഭയങ്കര പാടായിരിക്കും. ഓക്കെ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. എല്ലാം അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഒന്നും താഴെ പോയിട്ടില്ല. എൻ്റെ പൊന്നു, അതെന്തുവാ അത് പോകുന്നത്? ഓക്കെ, അയ്യോ, അത് റെസ്ക്യൂ പാടിലൊക്കെ കിടക്കുന്ന സ്ഥലം കണ്ടോ. എലി അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ കണ്ടാൽ തീർന്നേനെ. ആ കഥയൊക്കെ തുറന്നിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എലി തിരിച്ചു പോയിട്ടുണ്ട്. ഈ നൈറ്റ്മെയർ ഇട്ടുള്ള വേഗം ഉള്ള പ്രശ്നം ഇത്. എലിയുമ്പോൾ ഡെക്കറേഷന് വെച്ചിരിക്കുന്നതൊന്നുമല്ല, നല്ല പണി വരാൻ ചാൻസ് ഉള്ള ഒരു ആൾ തന്നെ. ഓക്കെ, ഈ ഗ്രാനി അവിടെ വന്ന് പോട്ടെ ഒന്നും കൂടെ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഗ്രാനി പോയിട്ടുണ്ട് മണ്ടക്കോട്ട്. ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ള വെച്ചാൽ ഞങ്ങൾക്ക് ഇത് ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അത് താഴെ പോയില്ല. ഓക്കെ, അതങ്ങോട്ട് ഒന്നും കൂടെ എടുത്തെറിയാവേ. ഓക്കെ, വേഗം ചെന്ന് വിളിച്ചിരുന്നോ. ഓക്കെ, എൻ്റെ ഗ്രാനി എന്ത് ഇത്ര വരാൻ താമസിക്കുന്നു? ഹോളോമോഡായിട്ട് സ്പീഡില്ല ഗ്രാനിക്ക്. ആണ്ട പോയി അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. അതും അടച്ചിട്ടുണ്ട് വേറെ ഒരു സുഖത്തിന്. നേരെ അങ്ങ് സ്പീഡിലോട്ട് ചാടാൻ കണ്ട ട്രാപ്പുണ്ട്. എനിക്ക് തോന്നി അവിടെ കാണുമെന്ന്. അടച്ചിട്ട് ഏതായാലും നന്നായി. പുള്ളിക്കത്തി അവിടെ തന്നെ ഇരുന്നോളും. നേരെ അങ്ങ് മണ്ടക്കോട്ട് കയറാം. നേരെ ഞങ്ങൾക്ക് ടെഡിയുടെ അങ്ങോട്ട് പോകണം. പോടാ അവിടെ നിന്ന്. ഇവനെ എനിക്ക് പേടിയാണ് കേട്ടോ. എങ്ങാനും ഒന്ന് ആലോചിക്കും. ഞാൻ അത്ര ടെഡിയും കൊണ്ട് ഓടുന്ന സമയത്ത് ഇവൻ വന്ന് തട്ടിയിടുമ്പോൾ അവസ്ഥയെ എന്തോ വലിയ ഓറോലോസാന്ന് പറഞ്ഞു തരാൻ പറ്റാത്തതാണ്. ഓക്കെ, 2-3 തവണയായി ഓളം കൊണ്ട് വീഡിയോ ഇടുന്നത്. 3-4 തവണയായി സത്യം പറഞ്ഞാൽ. ഞങ്ങൾക്ക് ചേഞ്ച് വരണം. ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട്. ഈ സ്റ്റഡി ഇവിടെ ഇട്ട് അങ്ങോട്ട് ഇച്ചിരി നീട്ടി വലിച്ചെറിയണം, അതായിരിക്കും ബെറ്റർ. സംഭവം എടുത്തോണ്ട് ഓടാന്. ഓക്കെ, സ്ലെൻഡ്രീനെ ഞാൻ ഇവിടെ വീക്കറായിട്ട് ഞാൻ കാണിക്കുന്നില്ല. സംഭവം പറഞ്ഞ സ്ലെൻഡ്രീന ഭയങ്കര വെള്ളച്ചിൽ പിടിച്ച ഒന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കും, കണ്ടോണം. നിങ്ങൾക്കൊരു നല്ല റിയാക്ഷൻ സ്പീഡ് വേണം. അല്ലെങ്കിൽ സ്ലെൻഡ്രീന കാരണം ഞങ്ങൾ കളി തോക്കാൻ വരെയുള്ള ചാൻസ് 100% ഷുവറാണ്. ഞാൻ നവംബർ ഗ്രാനി 3 എക്സ്ട്രീം ഇട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ എങ്ങനെയാണ് കൂടുതൽ തവണ ചത്തേന്നുള്ളത് അന്ന് വീഡിയോ കണ്ടവർക്കറിയാം. ഓക്കെ, ഇനി ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു തവണ എത്താനും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് പതുക്കെ കളിച്ച് ജയിച്ചാൽ മതി. അതാണ് ഞങ്ങൾ. ഓക്കെ, ഈ സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ എത്ര എനിമീസ് ഉണ്ടെങ്കിലും കംപ്ലീറ്റ് ആക്കിയിരിക്കും. അത് എന്നാ വലിയ ഡിഫിക്കൽട്ടി ആണെങ്കിലും. സത്യം എന്തോ ചെയ്യാനാണോ, ഞാൻ പറഞ്ഞില്ലേ സ്ലെൻഡറിനെ ഭയങ്കര കഷ്ടമാണ്. ഓക്കെ, ഡേ 2 ഇച്ചിരി ടൈം എടുത്താണ് കളിക്കുന്നത്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ബേസ് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. ബേസിന് ഗ്രാനി അങ്ങോട്ട് പോകണം. ഇനിയും ചാവാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഭാഗ്യമുണ്ടോ എന്ന് അറിയണമല്ലോ. പക്ഷെ മൈൻക്രാഫ്റ്റിലെ ഡയമണ്ട് സ്വോർഡിൻ്റെ ഒരു കോപ്പി വെർഷനാണെന്ന് തോന്നുന്നത് കേട്ടോ. അതേപോലെ കണ്ടൊരു പരിചയം അതിനകത്ത്. ഓക്കെ, ഞങ്ങൾക്ക് നേരെ താഴോട്ടോ. പോടാ, അതിലേക്ക് വേറെ പണി. ഇവനെ കൊല്ലും കണ്ടോ. ഇവനെയാണെങ്കിൽ കൊല്ലാനും പറ്റത്തില്ല. ഗ്രാനിയെക്കാളും തൊലിക്കട്ടിയാണ്. ഞാൻ സത്യം ചുമ്മാ അറിയില്ല, ഗ്രാനിയെക്കാളും തൊലിക്കട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. പീസ് ഗ്രാനി പോട്ടെ. പീസ് ഇവിടെ നിന്ന് ചെയ്യുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ 3 കഥ ഉണ്ട്. പുള്ളിക്കാരത്തെ 3 തുറന്നു വരാൻ ഭയങ്കര പാടുവിടും എന്ന്. അതാണ് എൻ്റെ സ്ട്രാറ്റജി.
ഫെയിൽ ആവാൻ ചാൻസ് 100% ഷുവറാണ്. സാധനം ഈ കാറിന് ഈ കൊച്ചിറക്കനുണ്ട്. പീസ് വേഗം എടുത്തുകൊണ്ട് ഓടാം. പീസ് ഇവിടെ ട്രാപ്പ് വേണമെന്ന് നോക്കട്ടെ. ട്രാപ്പിങ് കണ്ട് വീണാ തീർന്നു. ആട്ടെ എടാ പോടാ. ഇവനെയും കൊണ്ട് ഞാൻ തോറ്റു. മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഏതായാലും നേരത്തെ വരെ വന്ന് പിടിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇനി ഞങ്ങൾക്ക് ബാക്കിയുള്ള പരിപാടികളെല്ലാം സീവറിനകത്താണ്. ഓക്കെ, ഒരു ചാട. ഓക്കെ, ഏതാണ്ട് 10 മിനിറ്റോളമായി. പതുക്കെ കളിക്കുന്നേ, എന്നാലും കുഴപ്പമില്ല. ഇനി ഞങ്ങൾക്ക് സീവറിൽ നിന്ന് വേണമെങ്കിൽ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. സീവറിൽ നിന്ന്. ഓക്കെ, ഇതെല്ലാം കൊണ്ടൊക്കെ ഡ്രോപ്പ് ചെയ്യണം. ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് 3 സാധനങ്ങളും വെച്ച് തുറക്കുക. ഓക്കെ, അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ ബി ആണ് ഞങ്ങൾ അവസാനം ടെഡിയും കൊണ്ട് ഓടുന്നത്. ഓക്കെ, പിന്നെ ഹോളോ മോഡ് ഇമ്പോസിബിളും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആഞ്ചലീന സ്പൈഡറിന് വെബ് ടോപ്പ് പോകാൻ പറ്റും. ഓക്കെ, അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ടെഡി വെച്ച് ഓടുന്ന സമയത്ത് എങ്ങനെ അവിടെ ഒരു ഇച്ചിരിയെങ്കിലും ഉണ്ടായാൽ മതി. ഞങ്ങൾ ചെറിയ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനുള്ളിൽ ഞങ്ങൾ സ്റ്റക്കാവും. അത് മതി ആഞ്ചലിനിക്ക് ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, പ്ലീസ് നിങ്ങൾക്ക് നേരെ ടെഡി എടുക്കാം. അതെല്ലാം കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദിവസം കൂടുന്നതോറും പലതരം പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, അയ്യോ കണ്ടോ ആണ്ട കിടക്കുന്നു. ഒന്നുമല്ല 10-15 തവണ ഇടും കേട്ടോ. ഞാൻ ചുമ്മാ അറിയില്ല, 10-15 തവണ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക. അതാണ് ഒരു ഞങ്ങളുടെ ഗ്രാനിയെ പോലല്ല, 10-15 തവണ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക. അതാണ് ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ടെഡി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതിന് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. പറഞ്ഞില്ല, ഇത് തന്നെയാണ് സംഭവം. ഓക്കെ, ആണ്ട പോകുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിലൊന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇവിടെ സാധനങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. പതുക്കെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തെടുക്കാം. അല്ലല്ല, വേണ്ട ഫസ്റ്റ് അത് ചെയ്യണ്ട. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടെ ആ ഒരു പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പ്രഡിക്ഷൻ അങ്ങനെ ഫൈനലി വർക്കായിട്ട് തുടങ്ങി. ഓക്കെ, ആഞ്ചലീനെ അങ്ങോട്ട് പോയിട്ടുണ്ട്. പതുക്കെ പൊക്കോട്ടെ. ഇനി ഗൈസ് നിങ്ങൾക്ക് നേരെ സാധനങ്ങൾ എടുത്തു വെക്കണം. അതാണ് ഗൈസ് മെയിനായിട്ട് ചെയ്യേണ്ട ഒന്ന്. ഗൈസ് നേരെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആണ്ട് കിടക്കുന്നു ഗോബ്. അയ്യോ, എന്തുകൊണ്ടാണെന്നറിയില്ല ഇത്ര പാട് വരുന്ന ഒരു അവസ്ഥയെ. ക്രിസ്മസ് അറ്റ്മോസ്ഫിയർ ആണ് ഗൈസ്. ഹാലോവീനേക്കാളും പാടാണ് ഈ സത്യം പറയില്ല. ഇഷ്ടംപോലെ ട്രൈ ഞാൻ നോക്കി. ഇല്ല, മാക്സിമം എത്തിയ ഡേ 4 വരെയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇത്തവണ നേരത്തെ സ്കിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി എങ്ങനെ ആഞ്ചലീനെ പൊക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. നേരെ എല്ലാം അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിടാം. ഇപ്പോൾ വേണമെങ്കിൽ പോയി എസ്കേപ്പ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ടെഡി എടുക്കാതെ ഒരു രക്ഷയില്ല. ഓക്കെ, തുറക്കുക. സന്തോഷിക്കാൻ വരട്ടെ. ഞങ്ങൾക്ക് പോയി ടെഡി എടുക്കണം. ഞങ്ങൾ ആ മിഷൻ അങ്ങനെ കഴിഞ്ഞിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. ഞങ്ങൾക്ക് അത് പോയി എടുക്കണം. ഇനി പുള്ളിക്കാരത്തിൽ പോകുന്നിടം വരെ നോക്കി നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഗൈസ് ഇവിടെ നിൽക്കുവാണ്. ഞങ്ങൾ കുറച്ച് നേരമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഓക്കെ, ഇത് കണ്ട പോകുന്നുണ്ട്. യെസ്, ഫൈനലി യെസ്. ഓക്കെ, ഇനി ഞങ്ങൾക്ക് പതുക്കെ ഇറങ്ങി തുടങ്ങാം. അടുത്ത് ഓടാനല്ല പ്ലാന്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു ട്രിക്കുണ്ട്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ആഞ്ചലീന അവിടെ എത്തുമല്ലോ. ഫസ്റ്റ് ഞങ്ങൾക്ക് എടുക്കേണ്ട സ്ലെൻഡറിനെ തേടി എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന് നേരെ അങ്ങോട്ട് ലോങ്ങിലോട്ട് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടെഡി കുറേ കൂടെ ഡിസ്റ്റൻസിൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആണ്ട പോകുന്നുള്ളൂ. ലക്കുണ്ട്. അപ്പോൾ ഗൈസ് നേരെ ഞങ്ങൾക്ക് ടെഡി എടുത്ത് ഫൈനലി എസ്കേപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ ആഞ്ചലീന അവിടെ നിൽക്കും. നമുക്ക് നേരെ ടെഡി എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഞങ്ങൾ നേരെ ടെഡി എടുത്തിട്ടുണ്ട്. നേരെ അങ്ങോട്ട് കയറിയാൽ മാത്രം മതി. ഓക്കെ, ഞങ്ങൾ ഫൈനലി ടെഡിയും കൊണ്ട് സീവർ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. അത് ഹോളോ മോഡ് പ്ലസ് ക്രിസ്മസ് പ്ലസ് നൈറ്റ്മെയർ വിത്ത് 1v4 സിറ്റുവേഷൻ ഞങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ഇവിടെ എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് അത്രേ ഉള്ളൂ. ഹോളോ മോഡൊക്കെ ഉണ്ട്. ഞങ്ങൾ വെറുതെ അങ്ങനെ ടെഡിയും കൊണ്ട് പോകുന്നു വിചാരിച്ചു. ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു. എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാം ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.